ആശുപത്രിയിൽ ഡോക്ടർ ബിപിനെതിരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ സർക്കാർ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കുകയാണ്. താലൂക്ക് ആശുപത്രിക്കെതിരെയും തനിക്കെതിരെയും ഗൂഢാലോചന നടന്നുവെന്ന് സൂപ്രണ്ട് ഡോക്ടർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു. ഇത് ഞാൻ മീഡിയാസിനെ കുറ്റം പറയല്ല. ഇങ്ങനെയുള്ള കുറേ ന്യൂസുകളും ഇതിന്റെ പുറകിൽ കുറച്ച് പേരും കളിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ വരാനുള്ള ഒരു കാര്യം. അതായത് ഞാനിവിടെ ജാമായിട്ട് പോസ്റ്റ് ചെയ്തു. ജാമായിട്ട് ഞാനിപ്പോൾ സൂപ്രണ്ടാകുന്ന 3 ദിവസമായിട്ടുണ്ട്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് എന്നെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി ചെറിയ രൂപത്തിലുള്ള അല്ല, അത്യാവശ്യം സാമാന്യം വലിയ രൂപത്തിലുള്ളതൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ തന്നെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രശ്നം. ഷഹീദ് എന്ത് ഗൂഢാലോചന നടന്നു എന്നാണ് ആ ആശുപത്രിയിലെ സൂപ്രണ്ടായ ആ വ്യക്തി പറയുന്നത്? പ്രതീക്ഷ, അദ്ദേഹം ചില ആരോപണങ്ങളും വിമർശനങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടിയുടെ മരണവുമായി സനയ, അതായത് അമീബിക് മസ്തിഷ്ക ബാധിച്ച് മരിച്ച കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന്, ഡോക്ടറുടെ ഭാഗത്തു നിന്ന്, സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് വ്യാജ പ്രചരണം, അതായത് അങ്ങനെയാണ് അത് ഡോക്ടർമാരൊക്കെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ തെറ്റായൊരു പ്രചരണം നടന്നു. അത് ഈ രക്ഷിതാവിനെ, ഈ സനൂപിനെ സ്വാധീനിച്ചു, കുട്ടിയുടെ അച്ഛനെ ആക്രമണം നടത്തിയ അച്ഛനെ സ്വാധീനിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനെ പറ്റി ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ആരോപണമാണ്, ഒരു ഗൂഢാലോചനയാണ് അദ്ദേഹം സൂപ്രണ്ട് ഉന്നയിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. ഏതായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡോക്ടർ വിപിനെതിരെയാണ് ഇന്നലെ ദാരുണമായ അക്രമ സംഭവം ഉണ്ടായത്. തലക്ക് പരിക്കേറ്റ് അദ്ദേഹം ആശുപത്രിയിൽ ഇപ്പോൾ സുഖപ്പെട്ട് വരികയാണ്. അതിന് പ്രതിഷേധിച്ച് ഇപ്പോൾ വലിയ രോഷപ്രകടനമാണ് ഇപ്പോൾ സർക്കാർ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ജില്ലയിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും OP ബഹിഷ്കരിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഡോക്ടർമാർ ഇന്ന് നീങ്ങിക്കഴിഞ്ഞു. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ രാവിലെ തന്നെ ഡോക്ടർമാരും ജീവനക്കാരും നഴ്സസ് അസോസിയേഷനും IMA ഉൾപ്പെടെയുള്ള മറ്റ് സ്വകാര്യ ആശുപത്രി ഡോക്ടർമാരുടെ സംഘടനയും എല്ലാം ഈ സമരരംഗത്തുണ്ട്. അവരെല്ലാം ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. നിർഭയമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം അടിയന്തരമായി സർക്കാർ ഇടപെട്ട് ആശുപത്രിയിൽ ഉണ്ടാക്കണം. ഒപ്പം തന്നെ ആശുപത്രി സ്റ്റാഫിനെ, ഡോക്ടർമാരുടെയും എണ്ണം വർദ്ധിപ്പിക്കണം. അദ്ദേഹം ചില ഡോക്ടർ പ്രവീൺ എന്ന് പറഞ്ഞ KGMOയുടെ തന്നെ ഭാരവാഹി സൂചിപ്പിക്കുകയുണ്ടായി. സർക്കാർ ഡോക്ടർമാർ ആവശ്യത്തിന് വലിയ തോതിൽ ആളുകൾ ഈ പ്രദേശത്ത് 5 or 6 പഞ്ചായത്തുകളിൽ നിന്ന് ആളുകൾ ചികിത്സക്കെത്തുന്ന ഒരു കേന്ദ്രമാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി. അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റിയായി വരുന്ന ആളുകൾക്ക്, അത്യാഹിതം സംഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടത്ര പരിചരണം നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ആശുപത്രി. അക്കാര്യം കൂടി സർക്കാർ പരിഗണിക്കണമെന്ന കാര്യം കൂടി ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കണം. ഏതായാലും ഈ അക്രമ സംഭവത്തിൽ വലിയ പ്രതിഷേധവും കർശനമായ നടപടിയും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇന്ന് അല്പസമയം മുമ്പ് താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഈ കേസിലെ പ്രതിയായ, ഡോക്ടറെ ആക്രമിച്ച കേസിലെ പ്രതിയായ സനൂപിനെ ഹാജരാക്കിയുണ്ടായി. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഈ പ്രതിയെ പോലീസ് പിടികൂടുന്ന സമയത്ത് ആരോഗ്യമന്ത്രിക്കെതിരെയൊക്കെ വലിയ വിമർശനം ഉയർത്തി. പക്ഷേ ഇന്ന് വളരെ ശാന്തനായാണ് പ്രതിയെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു സൂപ്രണ്ട്. അതേസമയം തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന ഒരു ഗുരുതരമായ ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. മകൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമില്ലെന്ന് ഒരു ഡോക്ടർ പറഞ്ഞിരുന്നുവെന്നും അതിനുശേഷം സനൂപ് അസ്വസ്ഥനായിരുന്നുവെന്നും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സനൂപിന്റെ ഭാര്യ പറയുന്നു. ഇതേപ്പറ്റി സൂപ്രണ്ടിനോട് ചോദിച്ചിരുന്നു, എന്നാൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. നേരത്തെ റഫർ ചെയ്തിരുന്നെങ്കിൽ മകളുടെ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു എന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞിരുന്നു. രാവിലെ ആശുപത്രിയിൽ എത്തിച്ചിട്ടും താലൂക്ക് ആശുപത്രിയിൽ നിന്നും കുട്ടിക്ക് വേണ്ട ചികിത്സ ലഭിച്ചില്ലെന്നും സനൂപിന്റെ ഭാര്യ പറഞ്ഞു. അതുകൂടി കേൾക്കാം. കുട്ടി മസ്തിഷ്ക ജ്വരമായിട്ടാണല്ലോ അമീബിക്കായിട്ടാണോ മരിച്ചതെന്ന് ഉറപ്പല്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവരതൊക്കെയാണല്ലോ പറയുന്നതെന്നാണ് നമ്മുടെ അടുത്ത് അവരിങ്ങോട്ട് പറയും. പഠിപ്പുള്ള അവരാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. ഇതുപോലെ തന്നെ പറ്റിക്കലല്ല, അറിവ് വെച്ച് അവർ നമ്മളെ പറ്റിക്കല്ലേ ചെയ്യുന്നത്. നമുക്ക് ഈ 2 മാസത്തോളം നമ്മൾ സമാധാനം, അമീബിക്കായിരിക്കാം, അങ്ങനെ ആവാം, കുട്ടി പോയതെന്ന് ചിന്തിച്ചിരുന്ന് മനസ്സിന് ഒന്ന് സമാധാനിപ്പിക്കുന്ന സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അമീബിക്കല്ല, കുട്ടിയുടെ മരണകാരണം അമീബിക്കല്ല, പനി മാത്രമാണ്, പനി മൂർച്ഛിച്ചതാണ് എന്നുള്ള ഒരു റീസൺ നമുക്ക് കിട്ടുന്നത്. മാനസികമായിട്ട് അദ്ദേഹം നല്ല ഡിപ്രഷനിലായി. എനിക്കതെങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിഞ്ഞു. പക്ഷെ അദ്ദേഹം അത് ഈ രീതിക്ക് പ്രകടിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ആറ്റുനോറ്റ് വളർത്തിയ ഒരു മകൾ, ആ മകൾ ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന അതിവേദന, പിന്നീട് ആ ഹൃദയഭാരത്തോടു കൂടി അവിടെ ഒരു വെട്ടുകത്തിയെടുക്കുന്ന ഒരു മനുഷ്യനായി സനൂപ് മാറുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് അരുതാൻ പാടില്ലാത്ത കാര്യമാണ്. അതേസമയം തന്നെ ആ വ്യക്തിക്ക് കൃത്യമായ മകൾക്ക് എന്ത് പറ്റി എന്ന കാര്യം അറിയാനുള്ള ഒരു അവകാശം ഒരു പൗരന്റെ നിലയിൽ, ഒരു മനുഷ്യ നിലയിൽ ഉണ്ട് താൻ. അപ്പോൾ ഈ വിഷയത്തെ നമുക്ക് എങ്ങനെ സമീപിക്കണം എന്നത് അല്പം ആശയക്കുഴപ്പമുള്ളതാണ്. എന്നോടൊപ്പം രതീഷ് അൻഡുതൻ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. രതീഷ് പറഞ്ഞതുപോലെ വല്ലാത്തൊരു വിക്ഷോഭമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് സനൂപ്. നമുക്കിത് കാണുമ്പോൾ ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല. അക്രമം വാളെടുത്ത് ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതാക്കുന്ന ഒരു സംഭവം, പിന്നീട്
ആ പിതാവ് എത്രത്തോളം അസ്വസ്ഥനായിരുന്നു എന്ന് ഭാര്യ നമ്മോട് പ്രതികരിക്കുകയാണ്. അല്ലാതെ തന്നെ നമുക്കറിയാം, വെറുതെ ഒരാൾ വന്നൊരു ഡോക്ടറെ ഒരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായി വന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആസൂത്രണം ഉണ്ടായിരുന്നിരിക്കാം, പെട്ടെന്ന് വന്ന സുപ്രഭാതത്തിൽ തല്ലിക്കെടുത്തുന്ന രീതിയിലേക്ക് പോകില്ലായിരിക്കാം. എങ്ങനെ നമ്മൾ ഇതിനെ വിശകലനം ചെയ്യേണ്ടി വരും രതീഷ്? അതിന് ആമുഖമായി പറയാൻ കഴിയുക, നമ്മളിപ്പോൾ എയിംസിന് വേണ്ടി വലിയ വാദം നടക്കുന്നുണ്ട്. ആലപ്പുഴയിൽ എയിംസ് വേണം, ആലപ്പുഴയിൽ തമിഴ്നാട്ടിലിട്ട് പോകട്ടെ എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതായി ചർച്ചകൾ നടക്കുന്നു. അതല്ല, അത് കാസർഗോഡ് വേണമെന്നൊക്കെ ചർച്ചകൾ നടക്കുന്നു. എയിംസ് എന്നതിനപ്പുറത്ത് നിംഹാൻസ് പോലെയുള്ള സ്ഥാപനങ്ങളാണ് കേരളത്തിന് അനിവാര്യമായി വേണ്ടത്. മാനസികാരോഗ്യവും ന്യൂറോ പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അത്യാധുനികമായ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ് എന്നാണ് കഴിഞ്ഞ കുറേ കാലത്തെ ക്രൈമുകൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അത് കുടുംബത്തിനകത്തെ ക്രൈമുകളാകാം, നാട്ടിലെ ക്രൈമുകളാകാം, ഇത്തരം സംഭവങ്ങളിലാകാം. അവിടെയൊക്കെ മാനസികാരോഗ്യത്തെ പരീക്ഷിക്കുന്ന തരത്തിൽ നമ്മുടെ സമൂഹം അത്തരമൊരു കവറിങ് പണ്ടുണ്ടായിരുന്നുവെങ്കിൽ അത് നൽകുന്നില്ല, ചെയ്യുന്നില്ല. അതുകൊണ്ട് ആമുഖമായി ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് പറയുന്നത്, നിംഹാൻസ് പോലെയുള്ള സ്ഥാപനങ്ങളാണ് എയിംസിനേക്കാൾ അടിയന്തരമായി നമ്മുടെ നാട്ടിൽ വേണ്ടത്. അതൊരു ഭാഗം. ഇനി ഈ പറഞ്ഞ വിഷയത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു ചിന്ത. ഒന്ന്, ഇപ്പോൾ 2023 മെയ് 10 എന്താണ് ഓർമ്മ, വന്ദനാദാസ്, ഡോക്ടർ വന്ദനാദാസ് ഹൗസ് സർജനായിരുന്നു കൊട്ടാരക്കരയിൽ. പ്രതീഷ് കൈപ്പിളയുടെ നാടാണ്. അവിടെ ഹൗസ് സർജനായിരുന്നു വന്ദനാദാസിനെ ആക്രമിച്ചതും ആശുപത്രികളിൽ വെച്ച് കൊലപ്പെടുത്തിയ സംഭവം കേരള മനസാക്ഷിയാകെ ഞെട്ടിച്ചൊരു സംഭവമാണ്. അപ്പോൾ 2 വർഷത്തിന് ഇപ്പുറം ആ അച്ഛനും അമ്മയും ഏക മകളുടെ ആശുപത്രിയിൽ വെച്ച് സംഭവിച്ച വിയോഗത്തിൽ എത്രമാത്രം വേദനിച്ചാണ് ഇരിക്കുന്നത് എന്ന് മോഹൻദാസിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പ്രതികരണത്തിൽ നമ്മൾ കണ്ടതാണ്. അമ്മ വസന്തകുമാരിയുടെ പ്രതികരണത്തിൽ കണ്ടതാണ്. തൃക്കുന്നപ്പുഴയിൽ ഒരു ക്ലിനിക്ക് സൗജന്യമായി ആളുകൾ ചികിത്സിക്കാൻ വേണ്ടി ഒരു ക്ലിനിക്ക് വരെ സ്ഥാപിച്ച് സൗജന്യ ഭക്ഷണം കൊടുത്ത് അവരങ്ങനെ മകളുടെ വേദനയ്ക്ക് ഒപ്പം ജീവിക്കുകയാണ്. അവിടെയാണ് ഇപ്പോഴത്തെ സംഭവത്തിൻ്റെയും സാഹചര്യം. അതുമായി വേണം തരാൻ. ഇദ്ദേഹത്തിന് ജീവൻ നഷ്ടമായില്ല എന്നേ ഉള്ളൂ. ഈ ഡോക്ടർക്ക് തലയിൽ ആഴത്തിൽ വെട്ടേറ്റുമെങ്കിൽ ജീവൻ നഷ്ടമായില്ല. അപ്പോൾ അതുപോലെയാണ് നമ്മൾ എല്ലാവരും ഈ ചികിത്സാ പിഴവുകൾ നമ്മൾ അനുദിനം കേൾക്കുന്ന സംഭവമാണ്. ഒരുപാട് ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ കൃത്യമായ മറുപടി ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയുകയും ചെയ്യും. കാരണം നമുക്ക് ഹർഷിനയുണ്ട്, എത്രയോ നമ്മുടെ സുമയ്യ, തിരുവനന്തപുരത്തെ സുമയ്യ, അങ്ങനെ ഏറ്റവും വലിയ അങ്ങേയറ്റത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മുടെ മുന്നിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞതിന് രണ്ട് വശമുണ്ട്. ഒന്ന് ന്യായീകരിക്കാൻ പറ്റുമോ ഇദ്ദേഹത്തെ എന്ന് വെച്ചാൽ നമുക്ക് കഴിയില്ല. ന്യായീകരണം രണ്ട് ഭാഗമാണ്, രണ്ട് വെർഷനാണ്. ഒന്ന്, ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് നിർഭയമായി ജോലി ചെയ്യാൻ കഴിയണം, ആരോഗ്യ പ്രവർത്തകർ നിർഭയമായി ജോലിയും ചെയ്യണം. സമൂഹത്തിൻ്റെ പൊതു ആവശ്യമാണ്. ആ പൊതു ആവശ്യത്തിൻ്റെ ഭാഗമായാണ് അതിനനുകൂലമായ നിയമം ഉണ്ടായത്. പക്ഷേ ചിലയിടങ്ങളിൽ ആശുപത്രിയിൽ ബഹളം വച്ചു, ചികിത്സ വൈകി, ഡോക്ടർമാർ മോശമായി പെരുമാറി, ബഹളം വച്ചാൽ അപ്പോൾ തന്നെ റിമാൻഡ് ചെയ്യും. അത് ഈ നിയമത്തിൻ്റെ കുഴപ്പമായുമുണ്ട്. അതൊരു ഭാഗം നിൽക്കട്ടെ, അത് മറ്റൊരു ഏത് നിയമമൊക്കെ വരുമ്പോഴും അത്തരം ചില പ്രശ്നങ്ങൾ നിൽക്കട്ടെ. പക്ഷേ ആശുപത്രിയിൽ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയണം. അതാണ് ആദ്യം ഞാൻ വന്ദനാദാസിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പോഴത്തെ സംഭവം അതിലേക്കാണ് വരുന്നത്. അതേസമയം തന്നെ പ്രതീഷ് കൈപ്പള്ളി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചികിത്സയിലെ പിഴവ് പലപ്പോഴും സംഭവിക്കുന്നുണ്ട്, ഉത്തരവാദിത്തമില്ലായ്മ സംഭവിക്കുന്നുണ്ട്. അതിലും ഒരു ഉദാഹരണം കൂടി പറയാമെന്ന് എനിക്ക് തോന്നുന്നു. സമീപ ദിവസങ്ങളിൽ പാലക്കാട്ട് 9 വയസ്സ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച ഒരു 9 വയസ്സുകാരിയാണ്. ആ കുട്ടിയുടെ അച്ഛനാണ് അതിവൈകാര്യമായി പ്രതികരിച്ചത്. 9 വയസ്സുള്ള കുട്ടിയാണ് പാലക്കാട് പല്ലശ്ശനയിൽ. പാലക്കാട് അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ സമയത്ത് ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹൃദയം കണ്ണൻ്റെ നിറയായിരുന്നു. കാരണം വെച്ചാൽ ആ കുഞ്ഞ് ഉണർന്നിട്ട് ചോദിക്കുക, അമ്മ എൻ്റെ കൈ എന്തി അമ്മയെന്ന്. ആ അമ്മ പറയണം, ഒരു അമ്മ എന്ത് മറുപടി നൽകും. കാരണം അമ്മ എൻ്റെ കൈ ഇത് ഈ താഴെ, കൈക്ക് താഴെ ഇല്ല കുഞ്ഞിനെ. ആ കുഞ്ഞ് ചോദിക്കുക, അമ്മ എൻ്റെ കൈ എവിടെ പോയി അമ്മയെന്ന് പറയും. അവിടെയാണ് ഇത്തരം വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യവും സാധ്യതയുണ്ടാകുന്നത്. അവിടെയാണ് ഈ പല്ലശ്ശനയിലെ കുട്ടിക്ക് ആദ്യം കളിക്കുന്നതിൽ ഒരു പരിക്ക് വരും. നമ്മുടെ വീട്ടിലെ കുട്ടികളുള്ളതാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ വീട്ടിലും കുട്ടികളുള്ളതാണ്. ഒന്ന് വീണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി. അതൊരു വിശ്വാസമാണ്. ആശുപത്രി എന്നാൽ അവർ നന്നായി നോക്കും. ആശുപത്രിയിൽ പോയല്ലോ, കുഴപ്പമില്ല. അതിപ്പോൾ പട്ടികടിയേറ്റാലും പൂച്ചകടിയേറ്റാലും പരിക്ക് പറ്റിയാലും വണ്ടി തട്ടിയാലും സൈക്കിളിന് വീണായാലും നമ്മളാ വിശ്വാസമാണ്. ആശുപത്രി നമ്മുടെ പൊതുജനാരോഗ്യം നമ്മുടെ വിശ്വാസമാണ്. അവിടെയാണ് അടുത്ത ദിവസം വീണ്ടും അത് ഇൻഫെക്ഷൻ ആയി കൈ മുറിച്ചു മാറ്റുകയും ചെയ്യുന്നത്. അപ്പോൾ ചികിത്സാ പിഴവ് നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പൊതുജനാരോഗ്യ കാര്യത്തിൽ ഇപ്പോൾ KGMOയുടെ കാര്യത്തിലേക്ക് വരാം, IMAയുടെ കാര്യത്തിലേക്ക് കൂടി വരാം. KGMOയെ വളരെ വേഗത്തിൽ ഇന്നലത്തെ സംഭവം അത് നമ്മൾ അപലപിക്കുന്ന സംഭവമാണ്. അതേസമയം തന്നെ ഇന്ന് അടിയന്തര ചികിത്സ ഒഴികെ മറ്റെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് പോകുന്നു. ഇന്നലെ തെരുവ് ഞങ്ങളുടെ പ്രിയ ഓമന ഡോക്ടറെ കയ്യേറ്റം ചെയ്യുമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി സമരം ചെയ്യുന്നു. അവശ്യ സർവീസുകൾക്ക് കുറെ കൂടി മാന്യതയും ഒരു മര്യാദയും ഒക്കെ ആ സംഘടനയെ നയിക്കുന്ന ആളുകളും ഒക്കെ കാണിക്കേണ്ടതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിന് രണ്ട് വശമുണ്ട്. ഒന്ന്, ഇതൊരു അക്രമമാണ്. അതേസമയം ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും സംരക്ഷണം വേണ്ടതാണ്. അതേസമയം തന്നെ ചികിത്സാ പിഴവ് ആവർത്തിക്കപ്പെടുകയാണ്. അക്കാര്യങ്ങളിൽ കുറെ കൂടി കൃത്യമായ ഒരു സിസ്റ്റം കുറെ കൂടി കറക്റ്റ് ആകേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും അത് തന്നെ. നാളെ ഒരുവൻ വാളെടുത്ത് ആശുപത്രിയിലേക്ക് പോകാനൊരു ഇടയുണ്ടാകരുത്, അങ്ങനെ സംഭവിക്കുകയും വരുത്. കാരണം നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനോടാണ് നമ്മൾ ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് അറിയാനുള്ളൊരു അവകാശം
അവകാശം ആ മനുഷ്യനുണ്ട്, മാനുഷികമായുണ്ട്. അത് മറുപടി നൽകാനുള്ള ഉത്തരവാദിത്വം ഡോക്ടർമാർക്കുണ്ട്. പക്ഷേ അത് രണ്ടും ലംഘിക്കപ്പെടുമ്പോൾ വാളെടുക്കുകയല്ല വേണ്ടത്, നിയമപരമായ നടപടികളിലേക്ക് നമ്മൾ ചുവടുവയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഇത് ആവർത്തിക്കാൻ പാടില്ല, ഇത് അനുകരിക്കുകയും ചെയ്യരുത്.